നമസ്കാരം. ചില സൂപ്പർ സ്റ്റാറുകൾ ജനിക്കുന്നത് വളരെ പെട്ടെന്നാണ്. ഏത് മേഖലയിലായാലും മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ സൂപ്പർ മെഗാ സ്റ്റാറുകളായത് കാലങ്ങൾ പരിശ്രമിച്ചിട്ട് അവരുടെ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സൂപ്പർ സ്റ്റാർ പദവി നേടിയെടുത്തത്. എന്നാൽ ചില മേഖലകളിൽ, ചില മണ്ഡലങ്ങളിൽ ചിലർ വളരെ പെട്ടെന്ന് പോപ്പുലറാവും, സ്റ്റാറായി മാറും. അങ്ങനെ സ്റ്റാറായി മാറിയ ഒരാളാണ് മറിയക്കുട്ടി. അടിമാലിക്കാരി 78 വയസ്സുള്ള മറിയക്കുട്ടി. അവരുടെ വാക്ശരങ്ങൾ ചിലരുടെ ചങ്കിലേക്കാണ് കൊള്ളുന്നത്. CPM-നെ കുറിച്ച് അവർ നടത്തിയ പരാമർശങ്ങൾ, പിണറായി വിജയനെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ എതിരാളികൾക്ക് പോലും ഇത്തിരി മനോവിഷമുണ്ടാക്കാറുണ്ട്. ഇത്രയും വേണ്ടിയിരുന്നു. ചില ചാനലുകളിലെ അവതാരകർ ചോദിക്കാറുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ഇത്രയും പറയണോ? പക്ഷേ അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള മറിയക്കുട്ടി എന്ന സ്ത്രീ അവരുടെ വികാര വിക്ഷോഭം മുഴുവൻ വാക്കുകളിലൂടെ ഒഴുകുകയാണ്. കേവലം 1600 രൂപ പെൻഷൻ കാശ്, വിധവാ പെൻഷൻ കിട്ടാത്തതിൻ്റെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഈ ഭരണകൂടം കാണിക്കുന്ന അക്രമങ്ങൾ, അതിക്രമങ്ങൾ, അതിവ്യയം, ഇതിനെയെല്ലാം വാക്ശരങ്ങൾ കൊണ്ട് നേരിടുകയാണ് മറിയക്കുട്ടി. മറിയക്കുട്ടി സൂപ്പർ സ്റ്റാറായത് അങ്ങനെയാണ്. കേട്ടു നോക്കൂ ആ വാക്കുകളിലെ ഒരു കാർക്കശ്യം. അമ്മയുടെ ആവശ്യപ്പെട്ട കാര്യം അത് നടപ്പാക്കണമെന്നാണ് കോടതി പറയുന്നത്. പെൻഷൻ ഉടൻ നൽകണം. സന്തോഷമായോ? സന്തോഷമായി, സന്തോഷമുണ്ട്. പക്ഷെ കൈ കിട്ടണം, പൈസ കൈ കിട്ടണം. കയ്യില് അവരെ എനിക്ക് വിശ്വാസമൊന്നുമില്ല. എനിക്ക് കോടതിയെ വിശ്വാസമുള്ളൂ. പിണറായിനെയും കൂട്ടിനെയും യാതൊരു വിശ്വാസവും ഇല്ല. എന്താ അങ്ങനെ പറഞ്ഞത്? കാരണം ഈ സർക്കാരിന് എന്താ വിശ്വാസമില്ല? അത് കാരണം സർക്കാരിലെ ഒരു മാസത്തെ അവസാനത്തെ കുടിശ്ശിക തന്നില്ലായിരുന്നു. തൊഴിലുറപ്പുകാരുടെ പണിക്കൂലി വരെ ഒരു ബക്കറ്റ് കൊണ്ട് കടന്ന് തിരിച്ചു മേടിച്ച് അവരെ കുരിശൊക്കെ വെച്ച് തൊഴിലുറപ്പ് ഇവിടെ കേരളത്തിന്റെ അല്ലല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടണമല്ലോ. അതുവരെ അവരെ തീറ്റൂല്ലോ. ഇവർ ഈ ബക്കറ്റ് പിരിവ് നടത്തി ഇപ്പൊ ഈ വിനോദയാത്ര തുടങ്ങിയിട്ട് ഒരു മാസമായില്ല. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശാണത്. ജനങ്ങളുടെ കാശല്ലേ അത്. ഈ പിണറായിയുടെ അല്ല, ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജനങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. ഈ നികുതി പണം ഇവിടെ പിരിക്കുന്നതും ഏതെല്ലാം തരത്തിൽ പിരിക്കുന്നുണ്ട്. ഒരു സൈക്കിള് ചെരിഞ്ഞാൽ മതി, അതിനും കൂടെ പിഴ ഇടിച്ച് മേടിക്കണ ഗവൺമെന്റിന് തന്നെ ഇല്ലാത്ത തന്നെ. ഏതെല്ലാം തരത്തിൽ ഞങ്ങളെ പിരിക്കണ പെരക്കരം എന്ന് വേണ്ട, വെള്ളത്തിന്റെ കരം, ഞങ്ങളെ പിരിഞ്ഞെടുക്കണ കാശ് ജനങ്ങളെ പിരിഞ്ഞെടുക്കണ. ഒരു കടക്കാരെ പിരിവ് കൊടുത്തിട്ട് അവരുടെ കട തല്ലി പൊളിക്കുക. അവർക്ക് 10,000 കഴിഞ്ഞ പിരിവ് വേണ്ട. പിന്നെ ഈ ഗവൺമെന്റ് കാശില്ലാതെ എങ്ങനെയാ? എന്തോരം കട തല്ലി പൊളിച്ചു. ഇവിടെ ഈ അടിമാലി തന്നെ എത്ര കടകൾ പൊളിച്ചിട്ടുണ്ട്. കമ്പനി കമ്പനി പൊളിച്ചിട്ടുണ്ട്. ജനം ജീവിച്ചോണ്ടിരുന്ന ഗവൺമെന്റ് തന്നില്ലേലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. വിദേശത്തുള്ള മക്കളൊക്കെ പൈസ അയച്ചിരുന്നില്ലേ? അത് പിണറായി ഉണ്ടായില്ല മക്കളെ. എനിക്ക് അറിഞ്ഞുള്ള ലോട്ടറി വിൽക്കുക. പിണറായിയുടെ ഗുണ്ടകളാ ഉണ്ടായേ. അത് എന്റെ മക്കളാണ്. അത് അവര് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അവര് കാണിച്ചു തന്നില്ലല്ലോ. വിദേശത്ത് അവര് കാണിച്ചു തരണം. വിദേശത്ത് അവർക്ക് അറിയാവുന്ന എന്റെ മക്കളെ എവിടെയൊക്കെയാന്ന് അവർക്കറിയാം. അവർ പറയുന്നത് ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടിയാണ്, ഇവിടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അവർ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ എത്ര ആശ്ചര്യജനകമായിട്ടാണ് അവരുടെ സംസാരം. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇവിടെ ചാനൽ ചർച്ചകളിൽ അനിൽകുമാർ പോലെയുള്ളവർ വന്ന് പറയുന്നത് ഇത് കോൺഗ്രസും മറ്റ് പാർട്ടികളും പറഞ്ഞു വിട്ട് പഠിപ്പിച്ചതാണെന്നാണ്. അവതാരകർ ചോദിക്കുന്നു, മറിയക്കുട്ടിയമ്മേ, ഇതാരെങ്കിലും പറഞ്ഞിട്ടാണോ? അവർ പറയുന്നു, എനിക്ക് ആരുടെയും വാക്കുകൾ കേൾക്കേണ്ട കാര്യമില്ല. ഇവിടെ ജീവിക്കുന്ന ഞാൻ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അഭിപ്രായം പറയുകയാണ് എന്നാണ് അവർ പറയുന്നത്. മാത്രവുമല്ല, ഒരാൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച്, കാണാപ്പാഠം പഠിപ്പിച്ച് അങ്ങനെ പറയിക്കാൻ കഴിയില്ല. അവരുടെ സ്വതസിദ്ധമായ വാക്ചാതുരിയാണ് അതിലൂടെ വരുന്നത്. അവരുടെ ഉള്ളിൽ നിറയുന്ന വികാരങ്ങളാണ് അതിലൂടെ വരുന്നത്. ഹൈക്കോടതി പറഞ്ഞതെന്താണ്? അവർ VIP ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. എന്നാൽ ഞാൻ പറയുന്നു, കേരള ഗവൺമെൻറ്റിനും CPM-നും അവർ VIP തന്നെയാണ്. വാക്കിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു മാത്രം. വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നുള്ളത് മാറ്റി വെരി ഇറിറ്റേറ്റിംഗ് പേഴ്സൺ എന്നാക്കും CPM. ശരിയല്ലേ? ഓരോ ദിവസവും അവർ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചങ്കിന് നേരെ കുത്തുകയാണ്, മുഖ്യമന്ത്രിയുടെയും പാർട്ടി നേതാക്കന്മാരുടെയും. എന്തിന്? CPM പാർട്ടിയെ തന്നെ. ഇത് കാലം കരുതി വെച്ച കാവ്യനീതിയാണ്. ഇവിടെ ജനസദസ്സ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യാത്ര നടത്തിയിട്ട് എന്താണ് നേടിയത് എന്ന് ചോദിക്കുന്നതിന് മറുപടിയില്ല. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിലെ വാക്കുകൾ, പത്രക്കാരുള്ള ധാർഷ്ട്യം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തിന്? ഈ മറിയക്കുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്നെപ്പോലെ ഒരാളാണെങ്കിൽ
ആത്മഹത്യ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. ഞാനാണെങ്കിൽ രാജിക്കത്ത് എഴുതി കൊടുത്ത് ഞാൻ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞു പോകും, ഏത് പദവിയിൽ നിന്നായാലും. നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തോ പേഴ്സണാലിറ്റി ഡിസോർഡർ സംഭവിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ആലപ്പുഴ കോടതി അദ്ദേഹത്തിൻ്റെ ഗൺമാനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കും. അദ്ദേഹം എന്നിട്ടും പത്രങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഗൺമാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ കൺമുമ്പിലാണ് സംഭവം നടക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തൊരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഞങ്ങളുടെയൊക്കെ മന്ത്രിയല്ലേ, മുഖ്യമന്ത്രിയല്ലേ? നിങ്ങളിങ്ങനെ പച്ചക്കള്ളം വിളിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ശരീരഭാഷയിൽ നിന്നും അത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുക? നിങ്ങൾ ദൈവമാണെന്ന് VN വാസവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വരദാനമാണ്. ദൈവവിശ്വാസികളല്ലാത്ത CPMകാർ, ദൈവവിശ്വാസികളല്ലാത്ത VN വാസവൻ, അങ്ങനെ ദൈവത്തിൻ്റെ വരദാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ കഴമ്പും ആത്മാർത്ഥതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതോ ഒരു വൈദികൻ പറഞ്ഞത്രേ അദ്ദേഹം കേരളത്തിന് കിട്ടിയ വരദാനമാണ്. അപ്പോഴാണ് വാസവൻ പറഞ്ഞത് ഈശ്വരൻ്റെ വരദാനമാണ്. ഇങ്ങനെ വരദാനങ്ങൾ തരുന്ന ഈശ്വരന്മാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഈശ്വരന്മാരില്ലാത്തതാണ് ഈ ലോകത്തിന് നല്ലത്. അങ്ങനെയുള്ള ഈശ്വരന്മാരെ വിശ്വസിക്കാത്തവരാണ് ഈ രാജ്യത്തെ നല്ല മനുഷ്യർ. ഇങ്ങനെ ഒരു വരദാനം കേരളത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും ശാപം തന്നെയാണ്. ഇവിടെ CPMൻ്റെ നേതാക്കന്മാരായി മറ്റ് നേതാക്കന്മാരായി വിരാജിക്കുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാണ് പിണറായി വിജയനെ ഇത്രയും ഭയപ്പെടുന്നത്? അദ്ദേഹം എന്താണ്? അധോലോക നേതാവ്, ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ഒരു അധോലോകം നയിക്കുന്ന ആളാണ്. എല്ലാവരും അദ്ദേഹത്തെ കാണുമ്പോൾ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. എന്താണെന്നൊരു കാരണം അറിയില്ല. അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട G. സുധാകരൻ പോലെയുള്ളവർ എവിടെയെങ്കിലുമൊക്കെ ചില പൊട്ടിത്തെറികൾ നടത്തുന്നുവെന്നല്ലാതെ ശക്തമായി പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല. ചാനലിൽ വന്നിരുന്ന് വീരവാദം മുഴക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് നാളെ ഒരു പദവി കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണെന്ന് വിചാരിക്കാം. എന്നാൽ സത്യസന്ധമായി കമ്മ്യൂണിസത്തെ നെഞ്ചിലേറ്റിയ സുധാകരനെ പോലെയുള്ള, തോമസ് ഐസക്കിനെ പോലെയുള്ള, എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള നേതാക്കൾക്ക് ഇത് തുറന്നു പറയാൻ കഴിയാത്തത്? ഒരു നഗ്നമായ ചോദ്യം ചോദിച്ചോട്ടെ, സാധാരണ പാർട്ടി അംഗങ്ങളോടാണ്. ആദ്യമായി ജയിച്ച് നിയമസഭയിലേക്ക് വരുന്ന ഒരു ആളെ മന്ത്രിയാക്കുന്ന പതിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടോ, അല്ലെ CPMനുണ്ടോ? രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മന്ത്രി അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം പട്ടികജാതിയിൽ നിന്ന്, പട്ടികവർഗത്തിൽ നിന്ന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അല്ലാതെ എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് മുഹമ്മദ് റിയാസ് എന്ന ചെറുപ്പക്കാരൻ മന്ത്രിസഭയിലെത്തിയത്, പ്രധാന വകുപ്പുകൾ കൈയാളുന്ന ആളായത്? നിങ്ങൾക്ക് ചോദിച്ചുകൂടെ? മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള ഒറ്റ ലേബൽ അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇത് ചോദിക്കാൻ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിലുള്ള പോളിറ്റ് ബ്യൂറോയിലുള്ള ആർക്കും കഴിയാതെ വരുന്നത്? ഒരാൾ മാത്രം ഒരു പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കി അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പോവുക. അദ്ദേഹത്തിന് നിയമോപദേശമോ മറ്റ് പാർട്ടി കാര്യങ്ങളോ ഉപദേശിച്ചു കൊടുക്കുന്ന ആരാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊരു ജനസദസ്സ്, ഇങ്ങനെയൊരു കേരള യാത്ര, ഇതൊക്കെ നിർദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്നാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസം. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. പാർട്ടിയെ ജനങ്ങളിലേക്ക് ഒന്നുകൂടി അടുപ്പിക്കാമെന്ന് കരുതിയ ഈ ജനസദസ്സ് ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? കേരളം സംഘർഷഭൂമിയാക്കി മാറ്റാനല്ലാതെ മറ്റെന്തിനാണ് കഴിഞ്ഞത് ഈ ജനസദസ്സ് യാത്ര കൊണ്ട്? എന്നിട്ട് ഓരോ പത്രസമ്മേളനങ്ങളിലും വന്ന് മുഖ്യമന്ത്രി നിങ്ങൾ പറയുന്നത് എന്താണ്? ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ അത് ന്യായവും, നിങ്ങളെ കരിങ്കൊടി കാണിച്ചാൽ അത് അന്യായവുമാകുന്നത് എങ്ങനെയാണ്? ജനാധിപത്യ രാജ്യത്ത് നിയമപരമായി സമരം നടത്തുമ്പോൾ നിങ്ങളതിനെ പോലീസിനെ കൊണ്ട് നേരിടുന്നത് എങ്ങനെയാണ്? ഒരാളുടെ കാൽപാദത്തിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റാൻ പോലീസിന് സാധിക്കുന്നത് എങ്ങനെയാണ്? ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? എന്ത് കുറ്റം ചെയ്താലും പാർട്ടിക്കാരനോ പോലീസുകാരനോ ആണെങ്കിൽ ശിക്ഷിക്കില്ല എന്നൊരു ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ അവർ ഇനിയും വണ്ടി കയറ്റും, മനുഷ്യരെ കൊല്ലും, അടിച്ച് തല പൊട്ടിക്കും. എന്തിന്? അടിച്ചു കൊന്നെന്ന് വരെ വരും. കാരണം അവരെ രക്ഷിക്കാൻ നിങ്ങളുണ്ടല്ലോ, പാർട്ടി ഉണ്ടല്ലോ. മനുഷ്യത്വമുള്ള ഒരു മന്ത്രിക്ക്, ഒരു മനുഷ്യന് സാധിക്കുമോ? വൈകാരികമായി ഞാൻ ഇത്രയും പറഞ്ഞു പോകുന്നത്, ഓരോ ദിവസവും ചാനൽ തുറക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, അനിഷ്ടമായതൊന്നും സംഭവിക്കരുത്. പക്ഷേ അനിഷ്ടങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കേരളത്തിൽ ജീവിക്കേണ്ടി വന്ന ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് സങ്കടം തോന്നുകയാണ്. ഇപ്പോൾ ജനസദസ്സ് അവസാനിച്ചിരിക്കുന്നു. ഇനി തൃപ്പൂണിത്തുറയും തൃക്കാക്കരയിലും ജനുവരി 1-ന് ശേഷം ഈ മാമാങ്കം കൊണ്ടാടും. അവിടെയും ചിലപ്പോൾ കരിങ്കടി ഉണ്ടാവും. അവിടെയും പോലീസ് വാഹനം ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റുമായിരിക്കും. എനിക്ക് പാർട്ടി വ്യത്യാസങ്ങളൊന്നുമില്ല. DYFI SFI മെമ്പറാണോ, യൂത്ത് കോൺഗ്രസ് KSU മെമ്പറാണോ, അല്ലെങ്കിൽ BJPയുടെ അനുഭാവിയാണോ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഒരു മനുഷ്യനെ പട്ടിയെപ്പോലെ ഇട്ട് തല്ലുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്ന് മൃഗങ്ങളെപ്പോലും അങ്ങനെ ഉപദ്രവിക്കാൻ കഴിയില്ല. അതിനെതിരെ സ്വമേധയാ കേസെടുക്കും കോടതിയോ നിയമപാലകരോ. എന്നിട്ടിവിടെ മനുഷ്യനെ അതിനേക്കാൾ മൃഗീയമായി ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ ന്യായീകരിക്കുന്നു മുഖ്യമന്ത്രി. നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുകയാണ്. ചിരിച്ചുകൊണ്ട് നിങ്ങൾ പത്രസമ്മേളനം തുടങ്ങും. മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ തന്നെ 24 ന്യൂസ് CPM മന്ത്രിസഭയ്ക്ക് വേണ്ടി അടരാടിയ ഒരു ചാനലാണ്. പക്ഷേ അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ ഇതാ കേസെടുത്തിരിക്കുന്നു. അതിനെതിരെ ശ്രീകണ്ഠൻ നായർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ. അതായത് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവരെ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയടച്ചിട്ട് വീട്ടിൽ പോകും.
അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. മാത്രമല്ല, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ നീതിന്യായാസനത്തിന്റെ സഹായം തേടും. നിങ്ങൾക്ക് ഈ മന്ത്രിമാരോടും ബസ്സിൽ സഞ്ചരിച്ച മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് കേരള പോലീസിലെ ആളുകൾ ഞങ്ങളെ വരട്ടാൻ നോക്കണ്ട. എന്തായാലും ഞങ്ങൾ പേന ഉന്തുന്നവരാണെങ്കിൽ, മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചവരാണെങ്കിൽ അവസാനം വരെ അടരാടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതൊരു ചീഫ് എഡിറ്ററുടെ വാക്കുകളായിട്ട് കാണാം. ഏകദേശം 40 കൊല്ലത്തോളമായി കേരളത്തിലെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാളിന്റെ വാക്കുകളായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇത് ആദ്യ തവണയല്ല, ഇത് 2ാം തവണയാണ്. ആദ്യ തവണ നമ്മൾ പൊട്ടന്ന് വെച്ചു. 2ാം തവണ വിനീത എന്നൊരു സാധു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ പത്രപ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടോ? ഇതെന്തോ വെള്ളരിക്കപ്പെട്ടണോ? ഇത് നാടൊട്ടേക്ക് നവകേരള സദസ്സ് കൊണ്ടു കിടക്കുന്നു വെച്ച് എല്ലാ പത്രപ്രവർത്തനം വീട്ടിൽ കയറി കഥടച്ചിരിക്കണോ? എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? 24 അവതാരകനായ ഹാഷ്മി, എനിക്ക് ആ ചെറുപ്പക്കാരനോട് ബഹുമാനം തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഇൻട്രോ കാണുക. പൂച്ചപെറ്റ് പൂത്തുകിടക്കുന്ന ഖജാനയ്ക്ക് ഒരു റീത്തും വെച്ച് നാട് ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്തയാത്രയുടെ സമാപന ദിവസമാണ്. എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിനു പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന വ്യാജം പറഞ്ഞ് പിടിച്ചുപറിച്ചെടുത്ത അധിക നികുതിയിൽ ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടിണിപ്പാവങ്ങൾക്ക് മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസും അടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ മുടക്കിയ ഒരു രാജാവ് എഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി. അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ചു കീറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ കൂടിയാണ്. 6 അടി 7 അടി കുറുവടിയേന്തി അന്തിക്കമ്പല മുറ്റത്ത് എന്നൊക്കെ പണ്ടു നിങ്ങൾ RSSനെതിരെ വിളിച്ചു മറന്ന മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളുമേന്തി അക്രമി സംഘത്തിന്റെ റോന്തു ചുറ്റലിന് ചരിത്രത്തിലൊരു സമാനതയുണ്ട്. ബംഗാൾ എന്നാണ് പേര്. അധികം മുൻപല്ല. അത്തപ്പാടി മറിയക്കുട്ടിമാരെ വരെ വേട്ടയാടുന്ന 2ാം പിണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ തിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്തംബസുവും അടക്കം കൊന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ദായി കഴിഞ്ഞ വർഷം അതേ ജ്യോതി ബസുവിന്റെ ജന്മദിനത്തിന് സഖാവിനെ ഒന്ന് സഭയ്ക്കുള്ളിൽ ഓർക്കാൻ 34 വർഷത്തെ ഭരണത്തിനൊടുവിൽ CPM അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ്. വള്ളിപുള്ളി തെറ്റാതെ അതേ വഴിയിലാണ് അധമയാത്രയെങ്കിൽ കാത്തിരിക്കുന്നത് കേരളത്തിലും രാഷ്ട്രീയ അപ്രസക്തി എന്ന വിധിയാണെങ്കിൽ അനുഭവിക്ക്. അന്ന് അറയ്ക്കുന്ന കാരണഭൂതൻ തിരുവാതിരയുടെ തുടർച്ചയിൽ ദൈവത്തിന്റെ വരദാനമെന്നും പാദസ്പർശം കൊണ്ട് പുണ്യം പ്രാപിച്ച മൈതാനമെന്നും ഒക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഇടതുപക്ഷമേത് വലതുപക്ഷമേത് തമ്മിലെ വ്യത്യാസമെന്ന നേക്കും പൂക്കും അറിയാത്ത സൈബർ അടിമകൾക്ക് കോൾമയിർ കൊള്ളുമെന്നല്ലാതെ കമ്മ്യൂണിസം തരിമ്പര് ഹൃദയത്തിലുള്ളവന് കേൾക്കുന്നത് ഓക്കാനമാണ്. ആരോ കൊല്ലാൻ വരുന്നേ എന്നൊരില്ലാത്ത പ്രാണഭീതിയിൽ 2 കാലമില്ലാത്തൊരുത്തന്നെ നട്ടല് നോക്കി ചവിട്ടുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടായിസം മാത്രമല്ല, യാത്രയിലുടനീളം കണ്ടു മാധ്യമവേട്ട. 30 സെക്കൻഡ് വീതമുള്ള 3.25 ഫോൺ കോളും വെച്ച് ഗൂഢാലോചന വധശ്രമം എന്നൊക്കെ വിരട്ടിയങ്ങ് മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ്, നമുക്ക് നോക്കാം. കൂട്ടത്തിലൊരുത്തിയെ വിനീതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്കറിയാം നവസഖാക്കളെ. ആ ഉഡായിപ്പ് കേസ് കോടതി വരാന്തയിൽ തന്നെ 8 നിലയിൽ പൊട്ടുമെന്നറിഞ്ഞിട്ടും പേടിപ്പിക്കാനോ വിരട്ടെങ്കിൽ 1 അല്ല 100 കേസെടുത്താലും പരമാവധി ഒരു മാഷാ അല്ലാ വ്യാജ സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഇന്നോവ കൊടിസുനി കൂട്ടങ്ങളുമായി വീട്ടുമുറ്റത്ത് കറങ്ങിയാലും തമ്പ്രാനെ തിരുമനസിനും തിരുമനസിന്റെ അന്തപുര സംഘങ്ങൾക്കും അങ്കരക്ഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരുതി നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവോർത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി. അപദാനങ്ങളുടെ വാഴ്ത്തുപാട്ട് സംഘങ്ങളുടെ അശ്ലീല കോറസിന് നടുവിലും മഹാരാജാവെ പട്ടാപ്പകലും നിങ്ങൾ നഗ്നനാണ്. ശരിയല്ലേ ഈ പറയുന്നതൊക്കെ? മാധ്യമപ്രവർത്തകരായിക്കോട്ടെ ആരായിക്കോട്ടെ കള്ളക്കേസിൽ കൊടുക്കുക, എന്നിട്ട് അതിനെ വന്നിട്ട് ന്യായീകരിക്കുക. ഈ സ്വതന്ത്ര മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുമായിരുന്നില്ല. ചില ചാനലുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് 24 ചാനലിനെതിരെ ഇങ്ങനെ പോരാട്ടം നടത്തുന്നത് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു മാധ്യമം നിങ്ങൾക്ക് അനുകൂലമായി വന്നതിൻ്റെ പേരിലായിരിക്കാം. പിന്നെ കൈരളി എപ്പോഴും ഉണ്ടല്ലോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. മാധ്യമപ്രവർത്തകരായാലും ആരായാലും കള്ളക്കേസെടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കെതിരെ ജനങ്ങളുടെ കൈവല്ലുകൾ നിങ്ങളുടെ നേരെ വരുമ്പോൾ നിങ്ങളുടെ മുഖം കുനിക്കേണ്ടി വരും. എല്ലാ കാലവും ഈ സവിശേഷാധികാരങ്ങളും ഈ കസേരയും ഈ ആനുകൂല്യങ്ങളും ഈ ആഡംബരങ്ങളും ഈ അഭിവാദനങ്ങളും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ കൈവിട്ടു പോകാൻ ഒരു നിമിഷം മതി. അപ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ മരുമകനോ പാർട്ടി സഹാക്കളോ ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഉണ്ടാവില്ല. അവരൊക്കെ തള്ളിപ്പറയാൻ അധികം സമയം വേണ്ടി വരില്ല. നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കേണ്ടി വരും. നിങ്ങളുടെ ജനസദസ് യാത്ര അവസാനിപ്പിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടു ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക യാത്രയെക്കുറിച്ച് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടും അവരുടെ നെഞ്ചകങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അയാൾ ജനകീയനായതുകൊണ്ട് തന്നെയാണ്. ചിലർ മുൻകോപിയായിരിക്കാം, ചിലർ ശാന്തരായിരിക്കാം. പക്ഷേ സ്നേഹം എന്നത്, ആ വികാരം എന്നത് എല്ലാവരുടെ മനസ്സിലും ഒരേപോലെ ഒഴുകേണ്ടതാണ്. അത് നിങ്ങളുടെ മനസ്സിലും ഒഴുകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന. താങ്ക് യു.